ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടി ഒരുമിച്ച് ഒരു പായയിൽ കിടക്കുകയാണ് കേട്ടോ. കുറച്ചങ്ങ് വിട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നന്ദിനിക്കത് വല്ലാത്ത അത്ഭുതമായി തുടങ്ങുകയാണ്. എൻ്റെ കൂടെ കിടന്നോളൂ എന്ന് സൂര്യ പറയുമ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ നന്ദിനിക്കുള്ളിൽ വരികയാണ് കേട്ടോ. ഞാനോ, അതെന്താ ഞാനും നീയും ഒരുമിച്ച് കിടന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? നീ എൻ്റെ കൂടെ കിടന്നോ, ഞാൻ മെത്തയിലൊന്നും കിടക്കേണ്ട ആവശ്യമില്ല, നീ മെത്തയിലൊന്നും കിടക്കണ്ട, നീ ഇവിടെ താഴെ തന്നെ കിടന്നോ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ നന്ദിനി ഒരു സൈഡിലും സൂര്യ ഒരു സൈഡിലും കിടക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പം നന്ദിനിക്കാണെങ്കിലോ വല്ലാത്തൊരു സുഖം തന്നെ മനസ്സിന് തോന്നുന്നു. സൂര്യ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത്, തന്നിലോട്ട് അടുത്ത് വരുന്നതും നന്ദിനിക്ക് വല്ലാത്തൊരു ആനന്ദം തന്നെ തോന്നുന്നു കേട്ടോ. അങ്ങനെ നന്ദിനി വലിയ സന്തോഷവതിയായി തന്നെ സൂര്യയുടെ അരികിലിങ്ങനെ നോക്കുന്ന വിധത്തിൽ അത്രയും അടുത്ത് സ്വാമിയല്ല, അപ്പോൾ കുറച്ച് അതിൻ്റേതായ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സൂര്യയെ നോക്കി കിടക്കുകയാണ് കേട്ടോ. എപ്പോഴോ തൻ്റെ കണ്ണടഞ്ഞ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ സംസാരം തുടരുകയാണ്. നന്ദിനി, നീ ഈ മാലയിട്ടപ്പോൾ ആദ്യത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു തോന്നിയിരുന്നത്. പക്ഷേ ഈ മാലയിട്ടപ്പോൾ ആ മാല എൻ്റെ നെഞ്ചത്ത് വീണപ്പോൾ അതിൽ എനിക്ക് എന്തൊക്കെയോ ഒരു ആനന്ദം കിട്ടുന്നു, ഒരു പ്രത്യേക സുഖം, മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം, എവിടുന്നൊക്കെ എന്തൊക്കെയോ സമാധാനം എന്നെ തേടി വന്നതുപോലെ എനിക്ക് അങ്ങനെ ഒരു സുഖം കിട്ടുന്നു. പറയാതിരിക്കാൻ വയ്യട്ടോ. കാരണം ഈ തറയിലുള്ള കിടപ്പും അതുപോലെ തന്നെ ഈ രാവിലെ എണീറ്റുള്ള തണുത്ത വെള്ളത്തിലുള്ള കുളിയും വൈകിട്ടുള്ള കുളിയും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ചുറ്റുവട്ടങ്ങളും ആ അമ്പലത്തിൽ പോക്കും അതുപോലെ എല്ലാം മനസ്സിനെ മൊത്തത്തിൽ അടിമുടി മാറ്റുന്നു നന്ദിനി. അപ്പോൾ നന്ദിനി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി എന്നിങ്ങനെ ചെറുതായി മൂളുന്നുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, തന്നോട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, തന്നോട് എത്രയാണ് കടപ്പെടേണ്ടത് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തുടരുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി മൂളുന്നില്ല. അപ്പോൾ സൂര്യൻ നോക്കുമ്പോൾ നന്ദിനി ഉറങ്ങിയിരിക്കുന്നു. അപ്പോൾ സൂര്യക്ക് പാവം തോന്നുന്നു കേട്ടോ. പാവം വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി. എന്തായാലും അതിനെ എൻ്റെ അമ്മ എന്ന് വിളിച്ചിരിക്കുന്ന കഴുത, മാട്, ഇങ്ങനെ വീട്ടിൽ കെട്ടുന്ന കഴുതയാണ് എന്നൊക്കെയുള്ള വാക്കുകളല്ലേ അവർക്കിട്ട് നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഒരു ഉഗ്രം പണി കൊടുക്കണം എന്ന തീരുമാനം തന്നെ സൂര്യ എടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യയും പതിയെ ഉറങ്ങിയിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. സൂര്യക്ക് തറയിൽ കിടന്നത് കൊണ്ട് തന്നെ, ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്നും തന്നെ അടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ സൂര്യ എണീറ്റിരിക്കുകയാണ്. അമ്മമാർ ചെയ്യേണ്ട ഒരു കടമയുണ്ടല്ലോ, അത് നന്ദിനിയാണല്ലോ സൂര്യയെ വിളിച്ചുണർത്താറ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. നന്ദിനി ഉണരുന്നതിന് മുന്നേ തന്നെ സൂര്യ ഉണരുകയാണ്. പിന്നീട് തണുത്ത വെള്ളത്തിൽ പോയി കുളിക്കുകയാണ്. കുളി കഴിഞ്ഞ് വന്നപ്പോൾ സൂര്യ പൊട്ടെന്ന് ആ വാതിലടക്കുന്നത് കേട്ടപ്പോൾ നന്ദിനി കുടഞ്ഞ് എണീക്കുകയാണ് കേട്ടോ. അയ്യോ, സ്വാമി എണീക്കുന്നതിന് മുന്നേ ഞാൻ എണീറ്റില്ല, അയ്യോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ടെൻഷനാവാണ്. സമയം സൂര്യ പറയണം, അയ്യോ അതൊന്നും ഒരു ടെൻഷൻ അടിക്കണ്ടോ, താൻ അത്രയും വീട്ടിൽ പണിയുന്നത് കൊണ്ട് തനിക്ക് അതിൻ്റേതായ ക്ഷീണമുണ്ട്, താൻ ഉറങ്ങിക്കോ, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇപ്പം താൻ എണീറ്റില്ല, ഇനി എന്തിനാ പേടിക്കുക, എന്നാലും സ്വാമി എണീക്കുന്നതിന് മുന്നേ സ്വാമിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടതല്ലേ, അതിനല്ലേ താഴെ ഗുരുസ്വാമി ഉള്ളത്, ഗുരുസ്വാമി ചെയ്തോളും, താൻ പേടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. നന്ദിനി നീ ഇപ്പം എന്തായാലും കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കുളിക്കാൻ പറഞ്ഞേക്കാണ്. പിന്നീട് താഴോട്ട് പോവുകയാണ്, രാജുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ രാജുവിനെ വിളിക്കുകയാണ്, ഗുരുസ്വാമി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ രാജു എന്താ സ്വാമി എന്ന് തിരിച്ച് മറുപടി പറയാണ്. കന്നിസ്വാമി പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം പറയാണ്, അതെ ഞാനൊരു കാര്യം സ്വാമിയോട് പറയട്ടെ, എന്താ വേണ്ടത് സ്വാമി, ഞാനത് പറയുന്നത് പോലെ ഓ ഞാനത് ചെയ്തോളാം, പറഞ്ഞോളൂ എന്ന് പറയണ. കന്നിസ്വാമി പറഞ്ഞോളൂ എന്ന് സൂര്യയോട് രാജു പറയണേ. അപ്പോൾ ഗുരുസ്വാമി ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തിട്ട് വാ എന്ന് പറയണം. ശരി ആയിക്കോട്ടെ, ഞാൻ കന്നിസ്വാമി പറയുന്നത് പോലെയൊക്കെ ചെയ്തിട്ട് വരാമെന്ന് പറയണേ. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നില്ല കേട്ടോ. പിന്നീട് നന്ദിനി കുളിച്ച് വരുന്ന ആ ഒരു രംഗമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ചീകി നന്ദിനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സൂര്യ നന്ദിനിയുടെ അരികിലോട്ട് ഓടി വരികയാണ്. അപ്പോൾ നന്ദിനിയെ കണ്ട ഉടൻ തന്നെ സൂര്യ നന്ദിനിയോട് പറയണം, നന്ദിനി ഞാൻ നിനക്കൊരു സർപ്രൈസ് തരട്ടെ, സ്വാമിക്ക് ഞാനൊരു സർപ്രൈസ് തരട്ടെ എന്ന് നന്ദിനിയോട് പറയണം. അപ്പോൾ നന്ദിനി പറയണം, പറയൂ സ്വാമി, എന്താണ് എനിക്ക് തരുന്ന സർപ്രൈസ് എന്ന് സൂര്യയോട് പറയണം. അപ്പോൾ സൂര്യ പറയണം, കണ്ണടച്ച് നിൽക്കാൻ പറ്റുമോ നന്ദിനി സ്വാമിക്ക്? അതിനെന്താ കണ്ണടച്ച് നിൽക്കാം എന്ന് പറയണം. അങ്ങനെ നന്ദിനി കണ്ണടക്കാണ് കേട്ടോ. പിന്നീട് നന്ദിനി കണ്ണെടുക്കുമ്പോൾ നന്ദിനിയുടെ അരികിലോട്ട് രാജു വരികയാണ്. രാജു നന്ദിനിയുടെ കഴുത്തിൽ ആ മാല അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, അതായത് മലയ്ക്ക് പോകാനുള്ള ആ മാല ഇടുകയാണ്. എന്നിട്ട് സൂര്യ പറയണ, നന്ദിനി കണ്ണ് തുറന്നോളൂ. നന്ദിനി കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ കഴുത്തിൽ ഈ മാല, അയ്യോ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, എൻ്റെ കഴുത്തിൽ ഈ മാല, ഞാനൊരു സ്ത്രീയായ എനിക്ക് അതൊക്കെ എനിക്കറിയാം, അതിൻ്റെ ചുറ്റുവട്ടങ്ങളും എനിക്കറിയാം, എന്നാലും എനിക്ക് ഈ മാല ഇടണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗുരുസ്വാമി ഇട്ടതാന്ന് പറയാം. അപ്പോൾ രാജുവേട്ട എന്ന് വിളിച്ചിട്ട് ഗുരുസ്വാമി എന്ത് പണിയാണ് ഈ കാണിച്ചത്, ഞാനൊരു സ്ത്രീയല്ലേ, രണ്ട് സ്വാമിമാർ ഈ വീട്ടിലില്ലേ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ എന്ന് പറയുമ്പോൾ സൂര്യ പറയാം,
അതിനൊക്കെ ഞങ്ങൾ രണ്ടുപേരുണ്ട്, നീയും ഇട്ടതാ നല്ലത്. ഇത് എന്തിനു വേണ്ടിയാണ് ഈ മാല എൻ്റെ കഴുത്തിലിട്ട്? എന്ത് ചോദ്യമാണ് ഈ ചോദിക്കണത്? മല ചവിട്ടുക എന്നുള്ളത് നന്ദിനിസ്വാമിക്ക് ഇഷ്ടമല്ലേ? നന്ദിനിസ്വാമിയുടെ ഒരു മോഹമല്ലേ? അതെ, അപ്പോൾ ഞാനൊരു സ്ത്രീയല്ലേ, എനിക്കതിൻ്റേതായ ഒഴിവുകൾ അതൊക്കെ എനിക്കറിയാം. അധികമൊന്നും നീളില്ല, നമുക്കിന്ന് നാളെയൊക്കെ 2 ദിവസത്തിനുള്ളിൽ തന്നെ സമയം നമുക്ക് പോവാം. എന്താ ഗുരുസ്വാമി, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ല, അതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനിയോട് പറയണേ, സ്വാമി ശരണമയ്യപ്പ എന്ന് വിളിക്കുക എന്ന് പറയണേ. അങ്ങനെ നന്ദിനി അത് വിളിച്ചു തുടങ്ങുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇവരെ താഴോട്ട് ചെല്ലുകയാണ്. താഴെ ചെല്ലുമ്പോൾ പത്മയും യതീന്ദ്രനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ യതീന്ദ്രനും പത്മയും പത്രം വായിക്കുകയാണ്. അപ്പോൾ അവരുടെ മുന്നിലോട്ട് നന്ദിനിയും കൂട്ടി ചെല്ലുമ്പോൾ സ്വാമി ശരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചെല്ലുകയാണ് കേട്ടോ. ഉടൻ തന്നെ നന്ദിനിയെ കാണുമ്പോൾ യതീന്ദ്രൻ ആകെ ഞെട്ടിപ്പോവാണ്. നെറ്റിയിൽ കുറിയും മാല കഴുത്തിലൊക്കെ കാണുമ്പോൾ ഇതെന്താ, ഇതെപ്പോൾ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഉടൻ തന്നെ വല്ലാത്തൊരു കൂത്ത് എന്നിങ്ങനെ സോറി പത്മ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം നന്ദിനി പറയണേ, എനിക്ക് തന്നെ അറിയില്ല ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന്. ഇതെന്താ ഈ കാണുന്ന കാഴ്ച? നന്ദിനി എപ്പോഴാണ് മാലയിട്ട്? എന്നിട്ട് രവീന്ദ്രൻ തിരിച്ചു പറയണം, നന്ദിനി സ്വാമി എപ്പോഴാണ് മാലയിട്ടതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം നന്ദിനി പറയണം, എനിക്കറിയില്ല ഇതിൻ്റെ സാർ, എൻ്റെ കഴുത്തിൽ ഈ മാല എപ്പോഴാണ് വീണതെന്ന്. ഇവർ സർപ്രൈസായി എന്നെ കണ്ണടപ്പിച്ച് ഈ ഗുരുസ്വാമി എൻ്റെ കഴുത്തിലിട്ട, രാജു ഇട്ടതാണെന്ന് പറയാണ്. രാജു ഇട്ടു. രാജു പറയാണ്, ഈ കന്നിസ്വാമി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഉടൻ തന്നെ ഈ ഒരു വാക്ക് പറയുമ്പോൾ എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാതെ പേടിച്ച് വരച്ച് നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയാണ്, ഞാൻ പറഞ്ഞിട്ടാണ് മാലയിട്ടത്. എൻ്റെ കൂടെ നന്ദിനി സ്വാമി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പോകുന്നിടത്ത് നന്ദിനി സ്വാമി വേണം. ഞാൻ പോയി കഴിഞ്ഞ് നന്ദിനിസ്വാമിയുടെ കൂടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്തൊക്കെ വിളയാട്ടമാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ പേക്കൂത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്മ എണീറ്റ് പോകുമ്പോൾ ഉടൻ തന്നെ സ്വാമി ശരണം എന്ന് പറഞ്ഞ് ഉറക്കെ സൂര്യ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയം യതീന്ദ്രൻ പറയണേ, എന്തായാലും ചെയ്തത് നന്നായി, ഇനി മക്കൾ വേഗം പോയിട്ട് വരെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിലോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യയും നന്ദിനിയും കൂടി അമ്പലത്തിലോട്ട് ഇറങ്ങാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ ഇന്ദ്രജയാണ് കാണിക്കുന്നത്. ഇന്ദ്രജക്ക് തൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജയോട് ഇന്ദ്രജ പറയാണ് ആ കൂട്ടുകാരിയോട്, അയ്യോ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞിട്ട് ഇന്ന് വിടാൻ പറ്റില്ല, കാരണം ഇന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് നിന്ന് തിരിയാൻ സമയമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കമ്പനിയിലെ ഉത്തരവാദിത്തം മുഴുവൻ അദ്ദേഹത്തിനാണ്. പത്മ ഗ്രൂപ്പിൻ്റെ കമ്പനി എന്ന് പറയുന്ന അദ്ദേഹമാണ് കൊണ്ടു കിടക്കുന്നതൊക്കെ പറയുമ്പോൾ വേദ കേൾക്കാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നത്, എന്ത് തള്ള എൻ്റെ ചേച്ചി തള്ളുന്നത് എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ടിട്ട് കാണിക്കുന്നത്, വേണമെങ്കിൽ ഞാൻ ഞായറാഴ്ച ശനിയാഴ്ച അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ താഴെ ഈ നന്ദിനി മാലയിട്ടത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഇവിടെ വിജയ് ചോദിക്കുകയാണ്, ഇതെങ്ങനെ, ഇതെപ്പോൾ സംഭവിച്ചു, ഇതെന്താ അത് നന്ദിനി സ്വാമി മാലയിട്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ആ സമയം ഉടൻ തന്നെ പറയുന്നുണ്ട്, നന്ദിനി സ്വാമിക്ക് എന്താ മാല ഇടാൻ പാടില്ലേ എന്ന് സൂര്യ അപ്പോഴേക്കും അളിയനോട് ചോദിക്കുകയാണ്. എന്താ അളിയൻ എന്തെങ്കിലും അളിയന് മാല ഇടാം? അയ്യോയ്യോ എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് അതങ്ങ് കഴിഞ്ഞു പോവാണ്. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഇന്ദ്രജയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലുകയാണ് വിജയ്. എന്നിട്ട് വിജയ് ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ദ്രജ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് ചോദിക്കുകയാണ്. അതിനിടയ്ക്കാണെങ്കിലോ വേദ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, എനിക്ക് ഇപ്പോൾ പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനാ അപ്പം നിനക്ക് പുറത്ത് പോകണം? കുതിരപ്പുറത്ത് കയറാനാണ് എനിക്ക് ആഗ്രഹം. കുതിരപ്പുറത്ത് കയറണം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന്, അതെന്താ ഇപ്പോൾ ഒരു കുതിരപ്പുറത്ത് കയറാനൊരാഗ്രഹം, എന്താണ് തനിക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് എൻ്റെ ഒരു കൂട്ടുകാരി കുതിരപ്പുറത്ത് കയറിയിരുന്ന് സെൽഫി ഇട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അവൾക്ക് ഇട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് കുതിരപ്പുറത്ത്. ഹോഹോ അങ്ങനെയൊക്കെയാണ് അല്ലേ എന്ന് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് കയറി വരുന്നത്. അപ്പോൾ വിജയ് പറയണത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്ദ്രജെ, നമ്മുടെ വീട്ടിൽ എത്ര സ്വാമിമാരുണ്ടെന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ ഇവിടെ പൂജാമുറിയിൽ 8, 9, 10, 12 സ്വാമി, അതല്ല ഈ വീട്ടിൽ സ്വാമി മലക്ക് മാലട്ട സ്വാമിമാർ എത്ര ഉണ്ട്? അപ്പോൾ അത് കേട്ടോടെ തന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ, നമ്മുടെ വീട്ടിലെ മലക്ക് മാലയിട്ട സ്വാമിമാർ എത്ര ഉണ്ടെന്ന് വീണ്ടും വിജയ് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ 2 അല്ല 3 ഉണ്ട് എന്ന് പറയണ്ടോ. അത് കേട്ടോടെ തന്നെ വേദ പറയണം, അപ്പോൾ അച്ഛന് മാല ഇട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കേട്ടോടെ തന്നെ ഇല്ല, അച്ഛൻ മാലയിട്ടിട്ടില്ല, പകരം നന്ദിനിയാണ് മാലയിട്ട്. അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്ര ചോദിക്കുക,
എന്താ ഈ പറയുന്നത്? നന്ദിനി മാലയിട്. ഒരു പെണ്ണ് മാലയിട്ടിരിക്കെ. ആ നിന്റെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. അപ്പം അത് കേട്ട വേദ പറയണം തീർച്ചയായും ഞമ്മക്കിട്ട് പണിയാനുള്ളൊരു പണിയാണ് ഏട്ടൻ നന്ദിനിക്ക് മാലയിട്ടിരിക്കുന്നത്. മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും സ്വാമി സ്വാമി എന്ന് വിളിക്കണ്ടേ? ആ സ്വാമി വിളിക്ക് വേണ്ടിയിട്ടാണ് ഏട്ടൻ ഞമ്മക്കിട്ട് പണിയാൻ വേണ്ടിയാണ് അവളെ സ്വാമി എന്ന് വിളിക്കേണ്ടി വരും ഇനി എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രജ പറയും, നീ ഒന്ന് പൊയ്ക്കേ, അങ്ങനെയൊന്നും വിളിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത്. ഉണ്ട് നോക്കിക്കോ എന്ന് ഇന്ദ്രജയോട് വേദ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം വിജയ് പറയാണ്, അളിയൻ എന്ത് കാണാതെ ഒരു കാര്യത്തിന് ഇറങ്ങില്ല, അളിയ ആർക്കിട്ടോ എന്തോ പണിയാനാണ് നന്ദിനിക്ക് മാലയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സൂര്യയും നന്ദിനിയും കൂടി അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ആ രംഗാണ്. അപ്പം നന്ദിനിയോട് പറയാണ്, വല്ലാത്തൊരു മാറ്റം തന്നെയാണ് നന്ദിനി ഈ ഒരു കുളി അമ്പലത്തിൽ പോക്ക്, ഇതൊക്കെ എന്തൊരു രസകരമായ കാഴ്ചയാണ്. ഈ സ്വാമിമാരൊക്കെ എത്ര ത്യാഗങ്ങൾ ചെയ്താണ് മല ചവിട്ടുന്നത്, ഇതിൻ്റെ വിശ്വാസം എത്ര നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദിനി പറയാണ്, എത്രയായാലും നിങ്ങൾ എൻ്റെ കഴുത്തിൽ മാല ഇടണ്ടായിരുന്നു. ഇതേ നന്ദിനി സ്വാമി എന്നല്ലേ പറയുന്നത്, ഓരോ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി പറയരുത്. അല്ല എൻ്റെ അവസ്ഥ അതൊക്കെ എനിക്കറിയാം, അത് കഴിഞ്ഞു, ഇനി അത് വിട്ടേക്കെന്ന് നന്ദിനിയോട് സൂര്യ പറയാണ്. എന്നിട്ട് നന്ദിനി അവിടെ പാനിപൂരി വെക്കുന്നുണ്ട്, നമുക്കത് മേടിച്ച് കഴിച്ചാലോ? അത് കേട്ട നന്ദിനി ചോദിക്കുകയാണ്, മാലയിട്ട ആൾ പാനിപൂരി കഴിക്കണമെന്ന് പറയാം, അതെന്താ, അത് വെജല്ലേ, പിന്നെ എന്താ കഴിച്ചാൽ? അത് കേട്ടോടെ തന്നെ പറയണതേ പുറത്ത് നിന്നുള്ള ഭക്ഷണങ്ങൾ, അയ്യോ മറന്നു സ്വാമി ശരണം എന്ന് അപ്പത്തിന് സൂര്യ വിളിക്കുകയാണ്. അതെ എനിക്ക് ഓർമ്മയുണ്ടായില്ല എന്ന് പറയണം. അപ്പോൾ നന്ദിനി പറയാണ്, പുറത്ത് നിന്ന് കഴിച്ചാൽ അതിൻ്റെ വൃത്തിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മുടെ കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളോട് മുന്നോട്ട് പോകണ്ടേ, അപ്പോൾ അത് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് കയറി വരികയാണ്. പിന്നീട് നന്ദിനി വരുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്, അതെ സൂര്യ സാറേ, എൻ്റെ ജീവിതത്തിലും എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്തായാലും സൂര്യ സാറ് മലക്ക് മാലയിട്ടു, നമ്മൾ 3 പേര് ഒരുമിച്ച് പോകാൻ ഒരുങ്ങാണ്, നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് പോവുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് കുറേ കന്യാസ്വാമികളെ വിളിച്ച് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ സൂര്യ സാറിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണത് നല്ല കാര്യമാണെന്ന് പറയണേ. അപ്പോൾ സൂര്യ പറയണേ അതിലെന്താ മെച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്ദിനി. അങ്ങനെ നന്ദിനി വീട്ടിലോട്ട് തിരികെ വരികയാണ്. അപ്പോൾ ഈ സമയം കാരണം യതീന്ദ്രൻ, ഇന്ദ്രജ, വേദ ഇവരെല്ലാവരും ഇരുന്ന് മേശപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, വാ സ്വാമിമാരെ ഭക്ഷണം കഴിക്കുക എന്ന് പറയാണ്. ഇല്ലല്ല ഞങ്ങൾക്ക് വ്രതമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട എന്നും പറയാണ് സൂര്യ. അതിനിടയ്ക്ക് ഉടൻ തന്നെ എന്തായാലും എൻ്റെ അളിയൻ്റെ ഈ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ്, തണുത്ത വെള്ളത്തിൽ കുളിക്കുക, അമ്പലത്തിൽ പോവുക, അളിയൻ വ്രതം എടുക്കുക, ഇതൊക്കെ വല്ലാത്തൊരു മാറ്റം തന്നെയെന്ന് വിജയ് പറയണേ. ഇത് വല്ലാത്തൊരു ആനന്ദം തന്നെയാണ്, പ്രത്യേക സുഖമാണ്, പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ നല്ല സുഖമാണ്, അതുകൊണ്ട് അളിയന് മാലയിടണമെന്ന് ചോദിക്കുമ്പോൾ വിജയ് പറയണ, അയ്യോ എനിക്ക് ഒരു നേരം പോലും വിശപ്പ് സഹിച്ചിരിക്കാൻ പറ്റില്ല, എനിക്ക് ഈ ഒരു ചുറ്റുവട്ടങ്ങളൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഉടൻ തന്നെ സൂര്യ പറയാണ്, ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു വ്യക്തിയാണ്, എന്നെക്കൊണ്ടും കഴിയില്ല എന്ന് ചിന്തിച്ച വ്യക്തിയാണ്, പക്ഷേ എന്നെ അടിമുടി മാറ്റിയത് നന്ദിനിയാണെന്ന് പറയുന്നത്. ആ ഒരു കാര്യം കേൾക്കുന്നതിനോട് കൂടി ഭക്ഷണം കഴിക്കുന്നവരുടെയൊക്കെ കൈ സ്റ്റക്കായതുപോലെ ആവുകയാണ്. ഇന്ദ്രജ, വേദ, അതുപോലെ തന്നെ പത്മ, ഇവർക്കിത് ഇഷ്ടപ്പെടുന്നില്ല. അതുവരെ സൂര്യയുടെ തള്ള് കേട്ടിരുന്നു, പക്ഷെ പിന്നീടുള്ളത് അങ്ങ് കേട്ടിരിക്കാൻ വയ്യ. നന്ദിനി പുരാണം തുടങ്ങിയല്ലോ എൻ്റെ ചേച്ചി എന്ന് വേദ അപ്പോഴേക്കും പറയണം, നീ മിണ്ടാതിരിക്കടി എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണ, ചിലവർക്ക് നന്ദിനി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മൂക്ക് താഴോട്ട് വീഴുന്നത് പോലെയാണ്, അവരുടെ പ്രവൃത്തി അങ്ങനെയാണ്, എന്തായാലും എൻ്റെ നന്ദിനിയാണ് എന്നെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി പറയണേ, ഇല്ല, ഓരോരുത്തരെ രക്തത്തിൽ തന്നെ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും, അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയെങ്കിലും കൂടി, പക്ഷേ അതൊരിക്കലും മാറ്റാനൊന്നും പറ്റത്തില്ല, അത് ആ വഴിയിലൂടെ തന്നെ വരുമെന്ന് നന്ദിനി പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയണേ, അതൊക്കെ പോട്ടെ അച്ഛനോട് ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ഉടൻ തന്നെ സ്വാമി പറഞ്ഞോളൂ എന്ന് പറയണേ. എന്നോട് എൻ്റെ കന്നിസ്വാമി പറയാണ്, നന്ദിനിയെക്കുറിച്ചാണ് പറയുന്നത്. നന്ദിനി എന്നോട് പറയാണ്, കന്നിസ്വാമികൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ യതീന്ദ്രൻ പറയണം, അത് നല്ല കാര്യമാണല്ലോ, നമുക്ക് കൊടുക്കാം, എന്തായാലും ആയിക്കോട്ടെ, എല്ലാ സ്വാമിമാരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചോളൂ എന്ന് പറയണം. അതിനിടക്കാണ് വേദക്ക് പെട്ടെന്നൊരു ദേഷ്യം കയറുന്നത്. വേദ പറയണേ, ദേ നന്ദിനി കുറച്ച് സാമ്പാറായിരിക്കുന്നത്, ആ സാമ്പാർ എൻ്റെ പാത്രത്തിലോട്ടുണ്ട് ഒഴിച്ചെന്ന് പറയണേ. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ സൂര്യ പറയണേ, എന്താ വിളിച്ചത്, മലക്ക് മാലയിട്ട ആളെ പേരെടുത്ത് വിളിക്കുന്നു, നന്ദിനി സ്വാമി എന്ന് വിളിക്ക്. അത് കേട്ട വേദ ഉടൻ തന്നെ
ധ്രജയോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ അവളെ സ്വാമി എന്ന് വിളിപ്പിക്കാനുള്ള പരിപാടിയാണ്, ഇപ്പോൾ കണ്ടില്ലേ നന്ദിനി സ്വാമി എന്ന് വിളിക്കേണ്ടി വരും. അപ്പോഴേക്കും സൂര്യ സ്വകാര്യം പറയണ്ട, ഇങ്ങോട്ട് പറയാം, സ്വകാര്യമല്ല, വ്യക്തമായി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയാം, നിന്നോടാ പറഞ്ഞത് നന്ദിനി സ്വാമിയെ സ്വാമി എന്ന് വിളിക്കുക, എൻ്റെ കന്നിസ്വാമിയെ സ്വാമി എന്ന് തന്നെ വിളിക്കണം, അല്ലാതെ നീ ഇവിടുന്ന് പോവില്ല. അപ്പോൾ സൂര്യയോട് വേദ പറയണം, ഞാൻ ഒരിക്കലും വിളിക്കില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നത്. പറ്റിയില്ലെങ്കിൽ നിൻ്റെ തലയിലൂടെ ഈ സാമ്പാർ ഞാനങ്ങ് ഒഴിക്കുമെന്ന് പറഞ്ഞിട്ട് ടേബിളിൽ ഇരിക്കുന്ന സാമ്പാർ ഒന്നിച്ച് വേദയുടെ തലയിലോട്ട് ഒഴിക്കാൻ ഒരുങ്ങുമ്പോൾ വേദ, അയ്യോ വേണ്ടേ ഞാൻ വിളിക്കാം, നന്ദിനി സ്വാമി എനിക്ക് സാമ്പാർ ഒഴിച്ചു തരൂ, നന്ദിനി സ്വാമി എനിക്ക് സാമ്പാർ ഒഴിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ മുന്നിൽ വേദക്ക് അങ്ങ് മുട്ട് കുത്തേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.